നമ്മളിന്ന് എൻ്റെ സെക്കൻഡ് സർവീസായി എൻ്റെ മറ്റേ സ്വിഫ്റ്റിൽ ഞാൻ ഇന്നലെ ഈ വാഗണർ വാങ്ങിച്ചത് 2 ലക്ഷം റേറ്റ് ആയിട്ടുണ്ട്. പഴയതല്ല ഗൈസ്, പുതിയത് ഗൈസ് വാഗണർ വാങ്ങിച്ചത്. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ ബാഗിൽ കുറച്ച് പൈസ ഉണ്ട് സർവീസിൽ. ഓക്കെ, അതുകൊണ്ട് ഉറപ്പില്ല. ഓക്കെ, നമുക്ക് നേരെ സർവീസ് സെൻ്ററിൽ പോവാം. വരുമ്പോൾ ഓട്ടോയിൽ വരാനാണ് എൻ്റെ പ്ലാൻ. അത് നടന്നാൽ മതി. ഓക്കെ, എനിക്ക് ഓട്ടോ ഡ്രൈവർ ഉണ്ട്, അയാളുടെ നെയിം സുരീഷാണ്. സുരീഷ്. ഓക്കെ, അയാൾ വന്നാൽ മതി അതിന്. ഓക്കെ 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 ഇവിടെയാണ് നമ്മളുടെ മറ്റേ ഒരു ഷോറൂം ഉണ്ട്. അവിടെ എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും സർവീസ് ചെയ്യുന്ന ഷോറൂം. അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടിയുടെ നടത്തുന്ന ഷോറൂമാണ്, സർവീസ് ചെയ്യുന്ന നടത്തുന്ന ഷോറൂമാണ് ഗൈസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന സാധനം കൂടി ഉണ്ട് ഗൈസ്. എൻ്റെ പ്രൊനൗൺസ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് വർക്ക് ചെയ്താൽ മാത്രം മതി. നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് മറ്റേ ഇരിക്കും. ഓക്കെ, ഞാൻ ഓട്ടോയിൽ വിളിക്കട്ടെ. സുരീഷത്ത്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എത്ര രൂപയ്ക്കും? ഒരു 50 രൂപ തന്നാൽ മതിയതാ. എൻ്റെ കുറച്ച് പൈസ സുരീഷത്ത് എനിക്ക് എന്തെങ്കിലും ഉള്ളത്. എനിക്ക് ഭാഗ്യം, അല്ലെങ്കിൽ എൻ്റെ പൈസ ഇപ്പം പൊട്ടി വീണേനെ. അല്ല, എനിക്ക് ഞാൻ ലോൺ എടുക്കും എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട്. അത് ഉറപ്പാണ്. എന്നിട്ട് ജോലിക്ക് സാലറി എത്തുമ്പോൾ അവന് കൊടുക്കാം. അതാണ് സുരീഷത്ത് വിചാരിച്ച പ്ലാൻ. ഞാൻ എന്താ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഞാനിവിടെ എൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ്, എൻ്റെ ഓട്ടോ സുരീഷത്തിൻ്റെ ഓട്ടോയിൽ ഗൈസ്. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് കാണാം. ചേട്ടാ, എന്നാ 50 രൂപ തന്നാടാ മോനെ. ഓക്കെ, ഞാൻ 50 രൂപ കൊടുത്തിട്ടുണ്ട് ചേട്ടന്. അതുകൊണ്ട് നമ്മൾ വാഗണർ വണ്ടി ഓടിച്ച് കളിക്കാം. എൻ്റെ വാഗണർ ആണെങ്കിൽ അടിച്ചു മാറ്റിയ സുരീഷത്തിൻ്റെ ഓട്ടോയിൽ വിറ്റ് പോവാം. അതാണ് നല്ലത്. സുരീഷത്ത് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ വിട്ടോ. ഓക്കെ, മോനെ പോലീസ് സ്റ്റേഷനിൽ വിടാം. എന്താണ് വണ്ടി കുറച്ച് ഡ്രിഫ്റ്റ് കിറ്റ് എൻ്റെ വിറ്റത്തുണ്ടോ? ഓക്കെ, എനിക്ക് പൈസ തന്നാൽ മതി. 50 രൂപ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പം 100 രൂപ. പോലീസ് അയാൾ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറപ്പില്ല. പോലീസ് ആൾക്കാർ എൻ്റെ വാഗണർ പോയിട്ടുണ്ട്. ഇവിടെ ട്രാക്കർ കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് നമ്പർ പ്ലേറ്റ് ഓർക്കണമെന്ന് എനിക്ക്, അത് പറഞ്ഞിട്ട് വരാം. ലെറ്റ്സ് ഗോ ഗായ്സ്. മറ്റേ ട്രാക്കയുടെ മറ്റേ വില്ലേജിലാണ് ഗൈസ്. ആ വില്ലേജിലോട്ട് മറ്റേ സുരീഷത്തോണ്ട് ഓട്ടോയിൽ പോകാനുണ്ട്. ഗൈസ്, സുരേഷത്തിൻ്റെ വണ്ടി ഞാൻ പൊക്കോണ്ടിരിക്കണാണ് ഗൈസ്. മറ്റേ വില്ലേജിൽ എന്താണ് മറ്റേ ഇത് കാണിച്ചത്, അതിട്ട് വില്ലേജിലായിട്ട് കാണിച്ചത് ഗൈസ്. എൻ്റെ വണ്ടി ആരും അടിച്ചു മാറ്റുന്നത് വില്ലേജിലെ ആൾക്കാർ. എന്തിനാ അടിച്ചു മാറ്റുന്നത്? അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ? എനിക്കവൻ അറിഞ്ഞൂടാ. സുരേഷേട്ടൻ വില്ലേജിലോട്ട് ആക്കണത് എന്തോ ഇതിൽ. ഓക്കെ ഗൈസ്, മറ്റേ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. വില്ലേജിൽ ഇവിടെ നോക്കാം. ഇവിടെ നിർത്തിയാൽ മതി സുരേഷേട്ടൻ. ഓക്കെ, നിർത്തിയിട്ടുണ്ട് സുരേഷേട്ടൻ. ഓക്കെ 50 രൂപ വീണ്ടും കൊടുത്തത്. 150 രൂപ വാങ്ങിച്ചിട്ടുണ്ട് സുരേഷേട്ടൻ. ഓക്കെ, നമുക്ക് ഇവിടെ വണ്ടി നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, മറ്റേ ഇവിടെ ഒരാളുണ്ട്. ഇയാളാണ് എൻ്റെ വണ്ടി അടിച്ചു പറ്റിയത്. നീയാളെൻ്റെ വണ്ടി അടിച്ചു പറ്റിയത്.
എൻ്റെ ഒപ്പം ഞാൻ അടിച്ചപ്പോൾ ഒറ്റയടിക്ക് വീണ്. ഓക്കെ, ഇയാളാണ് തോന്നുന്നത് എൻ്റെ വണ്ടി അടിച്ച് മാറ്റി. തോടാ എൻ്റെ വണ്ടി തരൂല. നീ അവിടെ കിടക്കും, ഞാൻ ഹോസ്പിറ്റലൊന്നും ആക്കണില്ല. സുരേഷത്തിൻ്റെ ഓട്ടോറിക്ഷ പോയിട്ടില്ലേ? ഇല്ലാണോ ഗൈസ്? ഗൈസ് ഇത്രയുള്ള വീഡിയോ ഗൈസ്. തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ വിചാരിച്ചില്ല എൻ്റെ വാഗണർ വില്ലേജിൽ ആൾക്കാർ അടിച്ചു മാറ്റിയാണ്.